ആലസി, നീ ഇന്ന് എവിടെ പോയിട്ടായിരുന്നു? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നീ മറ്റൊരു സ്ഥലത്തും പോയിട്ടില്ലേ? ഫ്രണ്ടിൻ്റെ വീട് കഴിഞ്ഞാൽ നീ പിന്നെ എവിടെയാണ് പോയത്? അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാ? പപ്പിലോട്ട്. എന്നിട്ട് നീ അവിടെ വെച്ച് എന്താ ഉണ്ടാക്കിയേ? പപ്പ എല്ലാം അറിഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? നിന്നെ ബോക്സിങ്ങിനൊക്കെ വിട്ടെന്ന് വിചാരിച്ച് കണ്ണ് കണ്ടവന്മാരെ അടിച്ച ഒതുക്കും. പപ്പ കാര്യം അറിയാതെ വർത്തമാനം പറയാൻ നിൽക്കരുത്. അയാൾ ചൊറിഞ്ഞിട്ടാ. അയാൾ ഇറന്ന് വാങ്ങിയതാ. പപ്പേൻ്റെ എക്സ് ബിസിനസ് പാർട്ട്ണർ. അയാളെൻ്റെ അറിഞ്ഞ് വാങ്ങിയതാ. അവനെന്താ ചെയ്തേ? ഒക്കെ പറ. അയാൾ എൻ്റെ കൈ കയറി പിടിച്ചു. അപ്പോൾ നീ ഒന്ന് കൊടുത്തു അയാളെ മുഖത്തിട്ട്, അല്ലേ? അല്ല. പിന്നെ? ഇയാളോ? അങ്ങനെ അങ്ങ് പോയാലോ മോളെ? എന്തൊക്കെയാണ് നിനക്ക് സുഖല്ല? കയ്യിന്ന് വിടേട്ടാ, കളി മാറും. അയ്യോ മോളെ, കളിത്തൂക്ക് കാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ. എന്താടി നിന്റെ തൊണ്ടയ്ക്ക് സുഖല്ലേ? നീ അങ്ങ് വളർന്ന് വലുതായിക്കണല്ലോ. കെട്ടിച്ചുവിടാൻ പ്രായമായി, പക്ഷെ ഇങ്ങനെ കെട്ടിച്ചുവിടുമല്ലേ? നിന്റെ തൊണ്ട അവൻ വെച്ചോണ്ടിരിക്കല്ലേ നിന്നെ. ഏട്ടാ നായേ, നിൻ്റെ തള്ളേനെ പോലെയല്ല എല്ലാ പെൺപിള്ളേരും, മനസ്സിലാക്കിക്കോ. നിന്നെപ്പോലത്തെ തണ്ടിനെല്ലില്ലാത്ത നായ്ക്കൾ പറയുമ്പോൾ കേട്ട് മിണ്ടാണ്ട് പോരുന്ന പെണ്ണല്ല ഞാൻ, അലക്സിയ വർമ്മ. മനസ്സിലായോടാ? പോട്ടെ. ഒരെണ്ണമല്ല, ഒരു 3-4 കൊടുത്തിരിക്കുന്നു. മോള്, അവൻ പറഞ്ഞത് കാര്യമാക്കണ്ട. അവനെപ്പോലത്തെ അവന്മാരങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ മോളെ, ഞാനൊരു പ്രാവശ്യം ഓഫീസിലിരിക്കുമ്പോൾ എന്നോട് അവിടുത്തെ ഒരു എംപ്ലോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്താ കല്യാണം കഴിക്കാത്ത, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ അവനെ ഫയർ ചെയ്ത് വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഓഫീസിൽ മൊത്തം അതൊരു ചർച്ചാ വിഷയമാണ്. പപ്പ, ഡോഗ്സ് വിൽസ് ഓൾവേസ് വർക്ക്. നായക്കൾ കുറച്ചുകൊണ്ടിരിക്കും, നമ്മളതിനെ മൈൻഡാക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാലോ അത് വെറും നായക്കളാണ്. പക്ഷേ അതങ്ങനെയല്ല മോളെ. എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് സഹിക്കില്ല. നിൻ്റെ മേത്തൊരു മണൽത്തരി പോലും ആരും ഭാര്യയിടാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിൻ്റെ കല്യാണം ഞാൻ ഉടനെ നടത്തും. ആരും ഇനി ഒന്നും നിന്നെപ്പറ്റി പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. നിൻ്റെ കല്യാണം ഞാൻ നിശ്ചയിക്കാൻ പോവാ. പപ്പ എന്തായി പറയുന്നത്? ആരും എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് പപ്പ ഇത് പറ്റില്ല. പപ്പ, എനിക്ക് സമ്മതമല്ല. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം. ആലസി, ഞാനിവിടെ നിൻ്റെ സമ്മതം ചോദിച്ചിട്ടില്ല, ഞാൻ തീരുമാനിക്കുക ചെയ്തത്. വേണ്ട പപ്പ, എനിക്ക് കല്യാണം വേണ്ട, പ്ലീസ്. എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ, ആലസി. പപ്പ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പപ്പ. പ്ലീസ്, ഞാൻ പറയുന്ന. അല്ലേലും അങ്ങനെയാണല്ലോ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവരും, ഞാൻ സ്നേഹിച്ച എല്ലാവരും എന്നെ വിട്ടു പോയിട്ടേ ഉള്ളൂ. എന്നിട്ട് എനിക്കെപ്പോഴും ഇങ്ങനെ.
വന്ന് വന്ന് ഞാൻ പപ്പയ്ക്കൊരു ബാധ്യതയായി തുടങ്ങി. എല്ലാവർക്കും ഞാൻ വെറൊരു ബാധ്യതയാണ്. ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരേ ഒരാളും ഞാൻ മാത്രമായിരിക്കും. ഞാൻ സ്നേഹിച്ച അവനും എന്നെ വിട്ടുപോയ എൻ്റെ അമ്മ, ഇപ്പം അച്ഛനെ എനിക്കൊരിക്കലും മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. എനിക്കൊരിക്കലും പറ്റില്ല. പക്ഷെ എൻ്റെ പപ്പേനെ വേദനിപ്പിക്കാനും പറ്റില്ല. എനിക്ക് ഭൂമിയിൽ ആരെയും വേദനിപ്പിക്കണ്ട. ഞാനാ എല്ലാവരുടെയും വേദന. എന്നെ ഓർത്ത എൻ്റെ പപ്പയ്ക്ക് ഏറ്റവും വലിയ വേദന. ഞാൻ കാരണമെല്ലാം ഞാനാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാൻ തന്നെ എല്ലാത്തിനുള്ള പരിഹാരം. ഞാൻ ഈ ഭൂമിയിലില്ലെങ്കിൽ എൻ്റെ പപ്പേനെ ആരൊന്നും പറയില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ലോകം വിട്ട് പോകുന്നല്ലേ നല്ലത്. എൻ്റെ പപ്പേനെ എനിക്ക് ഉപദ്രവിക്കേണ്ട. എൻ്റെ പപ്പേൻ്റെ കണ്ണീരും കാണണ്ട. അവൻ്റെ അടുത്തോട്ട് ഞാൻ വരാം. എൻ്റെ മമ്മേൻ്റെ അടുത്തോട്ട്. ഐ ലവ് യു പപ്പ. ഐ ലവ് യു സോ മച്ച്. ഞാൻ പോവാ ഈ ലോകത്ത്. ഞാൻ സന്തോഷത്തോടെ പോവാ. ആരും കണ്ണീര് കാണണ്ടല്ലോ. ബൈ. എന്താ മോളെ? ആലസി വാതിലോർക്ക്. ആലസി മാധവ, അവളുടെ അവസ്ഥ ക്രിട്ടിക്കലാണ്. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവള് നിങ്ങൾ വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അല്ലേട്ടാ, അവൾക്കൊന്നും പറ്റൂലായിരിക്കും അല്ലേ? അവളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അവൾക്കൊന്നുമില്ല. നീ സമാധാനമായിട്ടിരിക്കും. ടെൻഷനാവില്ലേ? അങ്കിളെ, മോനെ, ഞാനാ എല്ലാത്തിനും കാരണം. എൻ്റെ കുഞ്ഞേയും കടക്കുന്നതിൻ്റെ ഉത്തരവാദി മോനെ ഞാനവള്. അങ്കിളെ, അവൾക്കൊന്നും വരില്ല. ദൈവല്ലേ. അതെ, അവള് കണ്ണുറന്നിട്ടുണ്ട്. മോള്, പപ്പ
ഐ ആം റിയലി സോറി മോളെ. ഞാനെങ്ങനെ നിനക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമല്ലോ നീ. പപ്പ, എനിക്ക് പപ്പനോട് ദേഷ്യമോ? ഒരിക്കലുമല്ല. ഞാൻ ഈ ഭൂമിയിലൊരു ഭാരമാണെന്ന് തോന്നി. പപ്പയ്ക്കൊരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടാ. ആലസി, നീ എനിക്കൊരു ബാധ്യതയായിട്ടല്ല കുഞ്ഞെ ഞാനങ്ങനെ പറഞ്ഞത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. നിനക്ക് ഞാനില്ലെങ്കിൽ ഒറ്റയ്ക്കായി പോവാതെ, നീ ഒറ്റയ്ക്കാവാതെ നിൻ്റെ കൂട്ടിനൊരാളുണ്ടാവാൻ വേണ്ടിയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടാനും. പക്ഷേ ഇനിയില്ല മോളെ. നീയാ എനിക്ക് വലുത്, മറ്റൊന്നുമല്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ എന്നും ജീവനോടെ ഇരിക്കുന്നത് പോലും. അവൾ മരിച്ചു പോയിട്ടും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അറിയോ നിനക്ക്? സോറി പപ്പ, ഐ എം സോ സോറി. ഞാൻ പെട്ടെന്ന് ഇതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊല്ലുമായിരുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് പ്ലീസ്. നീ ഇല്ലെങ്കിൽ ഞാനില്ല മോളെ. നിനക്ക് വേണ്ടിയാ. പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. പപ്പ എൻ്റെ നെഞ്ച് പൊട്ടി പോകും. ലവ് യു പപ്പ, ലവ് യു സോ മച്ച്. ലവ് യു ടു. ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. നീ വന്നു. ഇപ്പോഴേ പറയാം, സോറി. എനിക്ക് പെട്ടെന്ന് വന്നൊരു ഇമോഷണലിൽ ഞാനങ്ങ് ചെയ്തു പോയത്. ഇനിയില്ല, സത്യമായിട്ടും ഇനിയില്ല. ഇതോടെ തീർന്നു. സോറി. നിങ്ങൾ പേടിച്ചു പോയോ അല്ലേട്ടാ? ടെൻഷനായല്ലേ? പിന്നെ അല്ലാണ്ടാ, ഞാനല്ല ഞാൻ ടെൻഷനായതിൻ്റെത് ഇവളുടെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലായിരുന്നു. ഇനി ഇങ്ങനെയും ചെയ്യല്ല മോളെ. നീ എന്ത് പണിയാടി കുറിപ്പാ ചെയ്തത്? ഞാൻ എത്ര കരഞ്ഞു ടെൻഷനായി നിനക്കറിയില്ലല്ലോ. അവളുടെ ഒരു സോറി മണ്ണാകട്ട. എനിക്ക് എത്ര വിഷമമുണ്ടായെന്നറിയാം നിനക്ക്. എൻ്റെ കൊച്ച് പേടിച്ചോയോ? സോറി ഡേ. ഞാൻ അപ്പൻ്റെ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. പക്ഷേ എനിക്ക് പിന്നെ ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. എൻ്റെ കയ്യിലുള്ള സ്ലീപ്പിംഗ് പിൽസും മരുന്നും ഞാൻ കുടിച്ചു. ബട്ട് ഐ ഗ്യാരൻറ്റീഡ് യു ദാറ്റ് ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിട്ടോളാം. ഞാൻ ഒരിക്കലും ഒളിച്ചോടില്ല. നല്ലത്. ഇനി ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യരുത്. നിനക്കെന്ത് പറ്റിയ എനിക്കത് താങ്ങാൻ പോലും പറ്റത്തില്ല മോളെ. ഇല്ലടാ, ഇനി ഒരിക്കലുമില്ല, ഒരിക്കലും. നിനക്ക് വേദന ഉണ്ടോ? നല്ല വേദനയുണ്ട്. അയ്യോ, നന്നായിരിക്കും. അങ്ങനെ തന്നെ വേണം. സഹിക്കും. എക്സ്ക്യൂസ് മീ മാഡം, ഞാൻ ഒന്ന് കയറിക്കോട്ടെ? വരണം മിസ്റ്റർ ജൂണി. സുഖമല്ലേ? എനിക്കിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ചാവാന്ന് ശ്രമിച്ച ഫ്ലോപ്പായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. ഇനി ഉള്ളത് കൊണ്ടോണം പോലെ ജീവിക്കാമെന്ന് കരുതി. എടി കാന്താരി, അതിൻ്റെ റീസണൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ചാവാൻ നടക്കുന്ന ഒരുത്തിയും ഇനി കല്യാണമേ കഴിക്കണ്ടെന്ന് പറഞ്ഞ ഒരുത്തനും. ആദ്യം പറഞ്ഞ ഞാൻ, രണ്ടാമത് പറഞ്ഞ പപ്പയാണോ? അല്ല പിന്നെ അല്ലാണ്ട് വേറെ ആര്? നിൻ്റെ തന്തപ്പടി തന്നെ. ഏതായാലും അവനിനി ആഗ്രഹവും പറഞ്ഞോട്ട് നിൻ്റെ അടുത്തോട്ട് വരത്തില്ല, അത് ഉറപ്പായി. ഞാനിനി ഒരിക്കലും നിന്നോട് അങ്ങനെ പറയില്ല. കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. നിന്നെപ്പോലെ തന്നെയാണ് ഞാൻ. പണ്ട് എനിക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടീനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ അവളുടെ കല്യാണം നടത്തി. അങ്ങനെ അവൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ ഞാനും മൊത്തം നിറച്ച് ഡോക്ടർ തന്നെയായി. കല്യാണമില്ല, ഒന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്തൊരു കല്യാണം പങ്കാളിയൊക്കെ വേണ്ടത്. അപ്പോഴത്തേക്ക് പ്രായം അതിക്രമിച്ചു. അന്ന് തന്നെ ആരും ഓർമ്മിപ്പിച്ചില്ല. ആ ഗതി നിനക്ക് വരാതെക്കാനാണ് ഞാനും നിൻ്റെ പപ്പയും ഇങ്ങനെ ഓരോ വട്ടവും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിനക്കൊരു മനംമാറ്റം വരാൻ വേണ്ടി.
നിൻ്റെ പപ്പ എന്നല്ല, അതിപ്പോൾ ഏത് പാരൻ്റ് ആണെങ്കിലും ആഗ്രഹിക്കും തൻ്റെ മക്കൾക്കൊരു ജീവിതം വേണമെന്ന്. അവർ ഇല്ലാതെയായി പോയാലും അവരൊറ്റയ്ക്കാവരുത്. നിൻ്റെ പപ്പയ്ക്ക് വേണ്ടാത്തതുകൊണ്ടോ നിന്നെ കെട്ടിച്ചയച്ച് വിട്ട് സന്തോഷിക്കാനോ വേണ്ടിയിട്ടല്ല നിൻ്റെ പപ്പ അങ്ങനെ നിന്നെ കല്യാണം അയക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്. ഒരേ ഒരു കാരണമേ ഉള്ളൂ, നിൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ വയസ്സായി വരിക, നിൻ്റെ മമ്മ ജീവനോടെ ഇല്ല. അവൻ ഈ ലോകം വിട്ടു പോയാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്കിളെ എല്ലാം. ഞാൻ പെട്ടെന്നുണ്ടായൊരു വിഷമത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇവിടെ കടന്ന് ഓരോ മൊമെൻറ്റും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ലൈഫിൻ്റെ വാല്യൂ എത്രയാണ്. എല്ലാവരും എന്നെ വന്ന് കാണുമ്പോൾ പപ്പ പറഞ്ഞ വാക്കുകൾ, പൊന്നു പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ പപ്പയ്ക്ക് എന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് ആ ഒരു ഒറ്റ നോട്ടത്തിൽ നിന്ന് വരെ മനസ്സിലായി. പക്ഷേ എനിക്ക് പറ്റിയൊരു കയ്യബദ്ധത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചെയ്തു പോയേ. ഇപ്പം എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ ആ റിഗ്രറ്റ് എനിക്ക് മാറ്റണം. എൻ്റെ പപ്പ എൻ്റെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അത് മറ്റാര് കാരണമായാലും ഞാൻ കാരണമായാലും എൻ്റെ പപ്പേൻ്റെ സന്തോഷം എനിക്ക് വലുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. കല്യാണം കഴിക്കാനാണേലും മരിക്കാനാണേലും. കല്യാണമല്ലേ, കഴിച്ചേക്കാം. എന്ത്, നീ കാര്യമായിട്ടാണോ പറഞ്ഞേ? മോളെ, ഞാൻ നിൻ്റെ ഡോക്ടറായിട്ടല്ല, ഞാൻ നിൻ്റെ അമ്മേൻ്റെ ആങ്ങളായിട്ടാണ് പറയുന്നത്. നിൻ്റെ പപ്പേൻ്റെ ഫ്രണ്ടായിട്ടാണ് പറയുന്നത്, നിൻ്റെ ഫ്രണ്ടായിട്ടാണ് പറയുന്നത്. നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് മറ്റാർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല. പക്ഷേ നീ പറയുന്നത് കാര്യമായിട്ടാണെങ്കിൽ ഞാൻ നിന്നെ 100 വട്ടം അംഗീകരിക്കാം. പക്ഷേ നീ ഇത് 100 വട്ടം ആലോചിച്ചിട്ട് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ദാമ്പത്യമാണ്. മരിക്കാനായിട്ടുള്ള ആ ഓരോ നിമിഷവും ഞാൻ എൻ്റെ പപ്പേനെയും കൂടി ഓർത്ത്, എൻ്റെ പപ്പ അങ്കിൾ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ജീവനോട്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി. എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. കല്യാണമായാലും എന്തായാലും. അത്രയേ ഉള്ളൂ. അവന് സന്തോഷമാവും. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി. അങ്ങനെ അവളുടെ സ്റ്റിച്ചുകളും വേദനകളും മാറി മാറി വന്നു തുടങ്ങി. അലസി, ഇപ്പോൾ വേദനയൊക്കെ കുറവില്ലേ? മെഡിസിൻസൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഇപ്പം നല്ല ആശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നീ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളി കളിക്കുന്ന എന്തിനാ? ഇവിടെ എങ്ങനെ വന്നിരുന്നൂടെ? എനിക്ക് നീ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ കൊത്തിയാവും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ. ഈ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്ന് ഉള്ളിലൊക്കെ നന്നായി ഉണങ്ങണ്ടേ. നിനക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ടല്ലേ? അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നീ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ? ഇല്ല, എനിക്ക് കാണും വേണ്ട. എൻ്റെ പപ്പ കണ്ടെത്തിയാലേ, ഏതായാലും ഞാൻ കല്യാണം അയക്കണം, പിന്നെന്തിനാ. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പരമാവധി ഡയലോഗ് കൂട്ടിയിട്ടുണ്ട്, ഞാൻ ആ കമൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ഞാൻ പരമാവധി കുറച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇത് കുറച്ച് ഇമോഷണൽ ട്രാക്ക് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു ഇമോഷണൽ എപ്പിസോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ആൻഡ് വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം.